കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റൈൻ ബസേരി മേ എന്ന ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. താഴെ കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നോക്കാം. അമൃത്ലാൽ വേഗഡ് ने നർമ്മദ കെ കിനാരെ പദയാത്ര की. അമൃത്ലാൽ വേഗഡ് നർമ്മദ തീരത്ത് പദയാത്ര നടത്തി. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് ബാരിഷ് ഹോനെ സെ യാത്രിയോ കോ പഥോഡ ഗാവ് മേ ഹി റുക്നാ പടാ. മഴ വന്നതുകൊണ്ട് യാത്രക്കാർക്ക് പത്തോഡ എന്ന ഗ്രാമത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അതും കറക്റ്റാണ്. ലേഖക് और സഹായക് മന്ദിർ കി ഛത് പർ സോ ഗയേ. ലേഖക് അതായത് അമൃത്ലാൽ വേഗഡും സഹായകനായ ചോട്ടുവും അമ്പലത്തിൻ്റെ റൂഫിലാണ് ഉറങ്ങിയത്. റൂഫിലല്ലല്ലോ, വരാന്തയിലല്ലേ അവർ ഉറങ്ങിയത്. അപ്പോൾ ഇത് തെറ്റാണ്. ചോട്ടുവിനെ ഗാവാലോ കെ ലിയെ ഖാന പക്കായ. ചോട്ടു നാട്ടുകാർക്ക് വേണ്ടി, ആ ഗ്രാമവാസികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി. ഇതിലാകെ ചോട്ടു ഈ അമൃത്ലാൽ വേഗഡിനും ചോട്ടുവിനും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയെന്ന് ഇതിൽ പറയുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. നീന്ത് ഖുൽത്തെ ഹി ലേഖക് നെ ഏക് സ്ത്രീ കോ അപ്നെ പാസ് ബേട്ടെ ദേഖ. ഉറങ്ങി എണീറ്റതും ലേഖക് തൻ്റെ അടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നതാണ് കണ്ടത്. അത് തെറ്റാണ് അല്ലേ? ഒരു ആള് കിടക്കുന്നതാണ് കണ്ടത്. മുക്കിലൊരാൾ ഒന്നും പുതയ്ക്കാതെ കിടക്കുന്നതാണ് ലേഖക് കണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. പാഗൽ ആത്മീനെ ചാബുക് സെ യാത്രിയോ കോ മാറ. ഭ്രാന്തനായ മനുഷ്യൻ കത്തി കൊണ്ട് ഈ യാത്രക്കാരെ അപായപ്പെടുത്തി അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തു. അത് തെറ്റാണ് അല്ലേ? ഇയാൾ ഒരിക്കലും ഇവർ ഉപദ്രവിച്ചിട്ടില്ല. പാഗൽ ആദ്മീനെ പിഠു സെ കിതാബെ നിക്കാൽക്കർ ഫേക്ക് ദി. ഭ്രാന്തനായ മനുഷ്യൻ ആ ബാഗിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് തെറ്റാണല്ലേ? ഇയാൾ പുസ്തകങ്ങൾ എടുത്ത് നോക്കി പിന്നെ അത് വലിച്ചെറിഞ്ഞില്ല. അത് വൃത്തിയായിട്ട് അവിടെ തന്നെ വെക്കുകയാണ് ചെയ്തത്. വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ്. പാഗൽ ആദ്മി ലേഖകെ പേർ ദബാത്ത രഹ. ഭ്രാന്തനായ മനുഷ്യൻ ഈ ലേഖകൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുത്തു, അമർത്തി കൊടുത്തു. അത് ശരിയാണ്. ലേഖക് के हाथ में 20 पैसे का सिक्का रखकर पागल आदमी चला गया. ഭ്രാന്തനായ മനുഷ്യൻ ലേഖകൻ്റെ കയ്യിൽ 20 പൈസയുടെ ഒരു കോയിൻ വെച്ചിട്ട് പോയി. അത് കറക്റ്റാണ്. പാഗൽ ആദ്മി ചോട്ടു കോ ബി സാത്ത് ലേ ഗയ. ഭ്രാന്തനായ മനുഷ്യൻ ചോട്ടുവിനെയും കൂടെ കൊണ്ടുപോയി. അത് തെറ്റാണ് അല്ലേ? ചോട്ടു അയാളുടെ കൂടെ പോയിട്ടൊന്നുമില്ല, ഈ ലേഖകൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ആക്ടിവിറ്റി നോക്കാം. പാത്രോं की विशेषताएं पहचाने. ക്യാരക്ടേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഇസ് യാത്രാവൃത്ത് കെ പ്രസംഗ് മേ കോൺ കോൺ ആപ്കെ സാമനെ ആത്തെ ഹൈ. ഈ യാത്രാവൃത്തിൽ ആരൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്? ഉൻകി വിശേഷതായ് ക്യാ ക്യാ ഹൈ. അവരുടെ എല്ലാം സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? താലിക മേ ലിഖേ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ എഴുതുക. ആദ്യത്തെ നമ്മൾ എഴുതേണ്ടത് ലേഖക് എന്നാണ്. എഴുത്തുകാരൻ, എഴുതിയ ആള്. അയാളുടെ ഭൂമിക അതായത് റോള്. പാത്രം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നാണ് കേട്ടോ. ഭൂമിക എന്ന് പറഞ്ഞാൽ റോളാണ്. വിശേഷത എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ആദ്യം ലേഖക്. യാത്രാവൃത്ത് കാ വർണ്ണൻ കർണേ വാല മുഖ്യ പാത്ര. അയാളുടെ റോള് യാത്രാവൃത്ത് നമ്മൾക്ക് നറേറ്റ് ചെയ്ത് തരുന്ന മെയിൻ ക്യാരക്ടറാണ് അയാൾ. അയാളുടെ സ്പെഷ്യാലിറ്റീസ് സഹൻശീൽ, ഗുരു, ഭയ് ഓർ സമ്മാൻ കാ അനുഭവ് കർണേ വാല. അയാൾ നല്ല ടോളറൻ്റ് ആണ്, അയാളൊരു ഗുരുവാണ്. പിന്നെ ഈ ഒരു യാത്രയിൽ അയാൾക്ക് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല റെസ്പെക്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേടിയും റെസ്പെക്റ്റും രണ്ടും അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ്. അടുത്തത് ചോട്ടു ആണ്. അയാളുടെ റോള് ലേഖക് കാ സാഥി. ലേഖകിൻ്റെ കൂടെ പദയാത്രയിൽ കൂടെ പോകുന്ന ഒരാളാണ്. അയാളുടെ വിശേഷത ചുപ്ചാപ് സാത്ത് ദേനെ വാല ശാന്ത് സ്വഭാവ് കാ. അധികമൊന്നും പറയാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ആളാണ് ചോട്ടു. പിന്നെ നല്ല ശാന്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അടുത്തത് അപരിചിത് വ്യക്തി, ആ അൺനോൺ ആയിട്ടുള്ള പേഴ്സൺ, ആ പ്രാന്തനായ മനുഷ്യൻ. അയാളുടെ റോള് മന്ദിർ മേ ആക്കർ ഗുസ്സേ മേ പ്രതിക്രിയ ദേനെ വാല. അയാൾ ആ അമ്പലത്തിലേക്ക് കടന്നു വന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. അയാളുടെ വിശേഷത, അയാളുടെ സ്പെഷ്യാലിറ്റീസ് ഗുസ്സാലു, അനിയന്ത്രിത്, ഊൽ ജലൂൽ ബോൾനെ വാല, ഝൂട്ട CID ഇൻസ്പെക്ടർ. അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, അൺകൺട്രോൾഡ് ആണ്, അയാൾക്കൊരു കൺട്രോളൊന്നുമില്ല. പിന്നെ ആവശ്യമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളാണ്.
ശരിക്കും സി ഐ ഡി ഇൻസ്പെക്ടർ അല്ല, കള്ളം വെറുതെ സി ഐ ഡി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആൾ, ഫേക്ക് ആയിട്ടുള്ള സി ഐ ഡി ഇൻസ്പെക്ടർ. അടുത്തത് യുവക്കാണ്. ആ അവസാനം നമ്മൾ പരിചയപ്പെടുന്ന ആളാണ് യുവക്, ഈ ഭ്രാന്തനായ മനുഷ്യൻ്റെ മകൻ. അപ്പോൾ അയാളുടെ റോള് അപരിചിത് വ്യക്തി കാ ബേട്ട, അയാളുടെ റോള് തന്നെയാണ് ഭ്രാന്തനായ മനുഷ്യൻ്റെ മകനാണ്, അൺനോൺ ആയിട്ടുള്ള ആളുടെ മകനാണ്. അയാളുടെ സ്പെഷ്യാലിറ്റീസ്: ശ്രമിക്, കർഷക്, വിനർമ്മ. അയാൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഫാമറാണ്. അയാൾ നല്ല മര്യാദയുള്ള ആളുമാണ്. അടുത്തത് അർത്ഥ് ഢൂണ്ടേ, അർത്ഥം കണ്ടെത്തുക. യാത്രാവൃത് മേ ഇൻ മുഹാവറോं का प्रयोग कहाँ हुआ है? താഴെ കുറച്ച് മുഹാവറകൾ കൊടുത്തിട്ടുണ്ട്. മുഹാവറ എന്ന് പറഞ്ഞാൽ ഓരോ പ്രയോഗങ്ങളാണ്. വഹാ പ്രത്യേക് മുഹാവറെ കാ ക്യാ അർത്ഥ് മിൽത്താ ഹെ? അവിടെയെല്ലാം ഈ പ്രയോഗങ്ങളിലേക്ക് അർത്ഥം എന്താണ്? ഊൾ ജലൂൽ ബക്ന. ഊൾ ജലൂൽ ബക്ന എന്ന് പറഞ്ഞാൽ ബേക്കാർ കി ബാത് കർന, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാം. ബേസിർ പേർ കാ സവാൽ കർന, ബക്വാസ് കർന എന്നാണ് അതിൻ്റെ അർത്ഥം. അതും ഏകദേശം സെയിം മീനിങ് ആണ്. ടോക്കിംഗ് നോൺസെൻസ് എന്നൊക്കെ പറയില്ലേ, നോൺസെൻസ്, അതായത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തന്നെയാണ് അർത്ഥം. അടുത്തത് ധോസ് സഹന, അങ്ങനെ പറഞ്ഞാൽ ഡർ യാ ദബാവ് മേ രഹ്കർ കിസി കി ബാത് മാനനെ കെ ലിയെ മജ്ബൂർ ഹോന. ധോസ് സഹന എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ടോ ഒക്കെ ഒരാൾ പറയുന്ന കാര്യം അനുസരിക്കാനോ കേൾക്കാനോ ഒക്കെ നിർബന്ധിതരാവില്ലേ, ആ ഒരു അവസ്ഥയാണ് ധോസ് സഹന. അടുത്തത് ഗുത്തി സുലജ്ന, കിസി സമസ്യ കാ ഹൽ കർന. എന്തെങ്കിലും പസിലോ അല്ലെങ്കിൽ പ്രോബ്ലമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് ഗുത്തി സുലജ്ന. ശരിക്കും അത് ഗുത്തി സുൽജാനയാണ്. നമ്മളത് സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ സുൽജാന എന്നാണ് പറയുക. സുലജ്ന എന്ന് പറയുമ്പോൾ അത് തനിയെ ആ പ്രോബ്ലം സോൾവ് ആവുന്നു. അടുത്തത് വിശേഷൺ ശബ്ദോं को पहचाने, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. യാത്രാവൃത് में विशेषण शब्द युक्त वाक्यों का बहुत प्रयोग हुआ है. യാത്രാവൃത്തിൽ വിശേഷൺ ശബ്ദമുള്ള സെൻറ്റൻസസ് കുറേ ഉണ്ട്. ऐसे वाक्य चुनकर लिखें और विशेषण शब्दों को रेखांकित करें. അങ്ങനെയുള്ള സെൻറ്റൻസസ് തിരഞ്ഞെടുത്ത് എഴുതിയിട്ട് അതിൽ വിശേഷൺ ശബ്ദ് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. മുझे जो सम्मान मिला वह अपूर्व था. എനിക്ക് ലഭിച്ച ആ ഒരു റെസ്പെക്റ്റ് അത് ഭയങ്കര അപൂർവമായിരുന്നു. തബി ഏക് വിചിത്ര ഘട്ന ഘട്ടി, അപ്പോഴാണ് ഒരു വിചിത്രമായ സംഭവം ഉണ്ടായത്. ഇതുപോലെ കുറേ സെൻറ്റൻസസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. നമ്മളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചെണ്ണം ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയും കുറേ സെൻറ്റൻസസ് ഉണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വഹ് ഉദ്ദണ്ഡ് സേ വിനർമ്മ കാസെ ബൻ ഗയാ, ഇത് ടെക്സ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതിൽ ഉദ്ദണ്ഡ് എന്നുള്ളതും വിനർമ്മ എന്നുള്ളതുമാണ് വിശേഷൺ ശബ്ദ്. അടുത്തത് നിരീ സെ ദേഖ്നെ വാലെ ഇസ് ആദ്മി നെ ഏകാഏക് വിക്രാൽ രൂപ് ധാരൺ കർ ലിയ. ഇതിൽ നിരീഹ് എന്ന വാക്കും വിക്രാൽ എന്ന വാക്കും വിശേഷൺ ശബ്ദമാണ്. ഇതുപോലുള്ള പല സെൻറ്റൻസസും ഉണ്ട് ടെക്സ്റ്റിൽ. അടുത്തത് ബാത്ചീത് ലിഖേ, കോൺവെർസേഷൻ എഴുതുക. अपरिचित व्यक्ति के जाते ही छोटू ने दरवाज़ा बंद करके उस पर ताला लगा दिया. അതായത് അൺനോൺ ആയിട്ടുള്ള ആ പേഴ്സൺ പോയതോടെ छोटू വാതിലടച്ച് ലോക്ക് ചെയ്തു. इस प्रसंग पर छोटू और लेखक के बीच की बातचीत लिखें. ഇതിന് ശേഷമുള്ള ഈ ഒരു സന്ദർഭത്തിലുള്ള ചോട്ടുവിൻ്റെയും ലേഖകൻ്റെയും ഇടയിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ചോട്ടു പറയാണ് मैं बहुत डर गया था, ഞാൻ വല്ലാതെ പേടിച്ചു പോയിന്ന്. അപ്പോൾ ലേഖക് പറയുന്നു ഹാ मैं भी, ഞാനും എന്ന്. ചോട്ടു മുझे लगा कि वह आदमी हमें मारेगा, ഞാൻ വിചാരിച്ചത് അയാൾ നമ്മൾ ഉപദ്രവിക്കുമെന്നാണ്. ലേഖക് ബാൽ ബാൽ ബച്ച് ഗയെ, എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ചോട്ടു न जाने उसका व्यवहार क्यों बदल गया, എന്താണാവോ അയാളുടെ സ്വഭാവം പെട്ടെന്ന് മാറിയത്. ലേഖക് ऐसे मानसिक परेशानियों के बावजूद वह गुरु भक्ति की संस्कृति से जुड़ा रहता है. ഇങ്ങനെ മെൻ്റലി സ്റ്റേബിൾ അല്ലായിരുന്നിട്ട് കൂടി അയാൾക്ക് ഗുരുഭക്തി ഉണ്ട്. ചോട്ടു क्या उसने हमें इसलिए छोड़ा क्योंकि आप शिक्षक हैं, അയാൾ നമ്മളെ വിട്ടത് നിങ്ങൾ ടീച്ചർ ആയതുകൊണ്ടാണോ. ലേഖക് ഹാ ചലോ ചീസേ പിട്ടു മേ വാപ്പസ് രഖ്തേ ഹൈ, അതെ ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഈ ബാഗിലേക്ക് തിരിച്ച് വെക്കാം. ആ
ഭ്രാന്തുള്ള മനുഷ്യൻ ഇതൊക്കെ പുറത്ത് വാരി വലിച്ചിട്ടല്ലോ, അതൊക്കെ നമുക്ക് തിരിച്ചു വെക്കാമെന്ന് പറയാണ്. ഛോട്ടു ഠീക്ക് ഹെ, ശരി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഡയലോഗ്സ് ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത് മൻപസന്ദ് പ്രസംഗ് യാത്രാവൃത് സെ ചുനെ. ഇഷ്ടപ്പെട്ട സിറ്റുവേഷൻ യാത്രാവൃത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉസ് പ്രസംഗ് പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ ഓർ അഭിനയ് കരേ. ആ ഒരു സിറ്റുവേഷനെ വെച്ച് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുക, എന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കുക. ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അടുത്തത് അപ്നി കിസി യാത്രാ കാ വിവരൺ ലിഖേ. നിങ്ങൾ ചെയ്ത വല്ല യാത്രയുടെയും വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കക്ഷാ മേ സബ്കെ വിവരണോ കോ ജോഡ്കർ യാത്രാവൃത് സങ്കലൻ പ്രകാശിത് കരേ. ഇതുപോലെ ക്ലാസ്സിൽ എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരുടെയൊക്കെ യാത്രാവൃത്ത് ചേർത്ത് വെച്ച് നിങ്ങളൊരു യാത്രാവൃത് സങ്കലൻ, യാത്രാവൃത്തുകളൊരു കളക്ഷൻ പബ്ലിഷ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.